ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നതിന് ശേഷം ചെയ്യേണ്ടുന്ന കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ അർജന്റായിട്ട് നമ്മൾ വന്നതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഈ പേപ്പറുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം നമുക്ക് നടക്കില്ല. ജോലി ചെയ്യാനാണെങ്കിലും നമ്മൾ മുന്നോട്ടുള്ള പല കാര്യങ്ങൾ കാണും. അങ്ങനെ ആ പേപ്പർ വർക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന പേപ്പർ വർക്കുകളെ കുറിച്ച് പറയും. രണ്ടാമത്തെ ഭാഗത്ത് അതിലേക്ക് വേണ്ടുന്നതും അല്ലാത്തതുമായിട്ടുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ജർമ്മനിയിലേക്കുള്ള ആദ്യം വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കുറച്ച് പേപ്പറുകളുണ്ട്. നമ്മുടെ അത്യാവശ്യമുള്ള നമ്മുടെ പേപ്പറുകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സിറ്റി രജിസ്ട്രേഷൻ, പിന്നെ നമുക്കൊരു വാലിഡ് ഇൻഷുറൻസ് വേണം, ബാങ്ക് അക്കൗണ്ട് എടുക്കണം, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ടാക്സ് ഐ ഡി, ഇത്രയും കാര്യങ്ങളും പിന്നെ സ്റ്റുഡൻഷിപ്പും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റിന് ആദ്യം വരുമ്പോൾ തന്നെ വേണ്ടുന്ന പേപ്പറുകൾ. ഈ പേപ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് ഉണ്ട്. ഈ ഫേസ് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ അതിനെ സിറ്റി രജിസ്ട്രേഷൻ, നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു പേപ്പർ വേണം സിറ്റി രജിസ്ട്രേഷൻ. അതായത് നിങ്ങൾ അക്കോമഡേഷൻ എവിടെയാണോ അതിൻ്റെ ഓണർ നിങ്ങൾക്കൊരു പേപ്പർ തരും. അപ്പോൾ ആ പേപ്പർ കൊണ്ട് വേണം നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ വേണം. അത് മാത്രമല്ല ബാക്കി നമ്മുടെ കയ്യിലുള്ള വിസ, അതുപോലെ നമ്മുടെ പാസ്പോർട്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ സിറ്റി രജിസ്ട്രേഷന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റി രജിസ്ട്രേഷൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കണം. ജർമ്മനിയിൽ എന്ത് കാര്യം വേണം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് അനുസരിച്ച് നമ്മൾ അവിടെ പോവുക, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഈ അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അക്കോമഡേഷൻ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലാൻഡ് ലോഡ് നിങ്ങൾക്ക് പേപ്പർ തരും. പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഇൻഷുറൻസ് എടുക്കുക. അതും നമ്മളിവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ പോകുക. നമ്മളിവിടെ ഒരു മാൻഡേറ്ററി ആണ്, ഇൻഷുറൻസ് വേണം. അത് പബ്ലിക് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിന് ഒരു എമൗണ്ട് ഉണ്ട്, അത് എല്ലാ മാസവും നമ്മൾ അടയ്ക്കണം. അങ്ങനെ ഇൻഷുറൻസ് നമ്മൾ എടുത്തതിന് ശേഷം ഇൻഷുറൻസിൻ്റെ ഒരു കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാർഡും നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും, ഇതിനും നമ്മൾ ബാങ്കിൽ പോവുക, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ നമുക്ക് വേണ്ടി വരുന്നത് നമ്മളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ വിസയും കാര്യങ്ങളും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോവുക. യൂണിവേഴ്സിറ്റിയിൽ പോയതിന് ശേഷം നമ്മുടെ ഓൾറെഡി നമ്മൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റുഡൻഷിപ്പ് കിട്ടും. ഈ സ്റ്റുഡൻഷിപ്പ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ബിക്കോസ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഒരു ID കാർഡാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ട്രാവൽ കാർഡ് മിക്കപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഈ സ്റ്റുഡൻഷിപ്പിലായിരിക്കും. അതിനും കൂടെ ഉള്ള ഒരു ഫണ്ട് നമ്മൾ അടച്ചിട്ടുണ്ടാവും സെം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സെം മൊത്തം നിങ്ങൾക്ക് സ്റ്റുഡൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റീജിയണിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ വളരെയധികം എക്സ്പെൻസീവ് ആണ് നമ്മൾ ഇവിടെ ജർമ്മനിയിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. സോ അങ്ങനെ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പരും അതേപോലെ തന്നെ നമുക്ക് ടാക്സ് ID. ജർമ്മനി ഒരു ഹൈ ടാക്സേഷൻ ഉള്ള രാജ്യമാണ്. അപ്പോൾ നമ്മളൊരു ജോലിക്കാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ടാക്സ് IDയും സോഷ്യൽ സെക്യൂരിറ്റി നമ്പരും തീർച്ചയായിട്ടും അവർ ചോദിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മൾ ഓൾറെഡി സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ടാക്സിൻ്റെ പേപ്പർ ആണെങ്കിലും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണെങ്കിലും അതാത് ഓഫീസിൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന ഓഫീസിൽ നിന്നും ശേഷം നമുക്ക് ലെറ്ററായിട്ട് നമ്മുടെ പോസ്റ്റ് ബോക്സിലേക്ക് നമുക്ക് ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പരും അതുപോലെ തന്നെ ടാക്സ് IDയും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൺസ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ലെറ്ററുകളുടെ ഒരു പെരുമഴയായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലെറ്റർ ബോക്സിൽ നമ്മൾ അക്കോമഡേഷൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ ലെറ്റർ ബോക്സിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് ഈ പറയുന്ന പേപ്പറുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ ചലഞ്ച്. ബിക്കോസ് ഇതൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു ജോലിക്കാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പേപ്പർ വർക്കുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചെയ്യണം. പിന്നെയും പറയാൻ പോകുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് എന്താണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അക്കോമഡേഷൻ വേണം. ഈ അക്കോമഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ അക്കോമഡേഷൻ സെറ്റാക്കിയിട്ട് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ AO അല്ലെങ്കിൽ പലതരം ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ Airbnb എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയിട്ട് താൽക്കാലികമായിട്ട് വന്ന് സ്റ്റേ ചെയ്ത് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്നും ഫണ്ട്
പോവും. നല്ല എമൗണ്ട് ആണ് അങ്ങനെ വരുന്ന ഹോസ്റ്റലുകളിൽ ഓരോ ദിവസവും നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ, നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തങ്ങും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊന്നും അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രാക്ടിക്കാലിറ്റി ബുദ്ധിമുട്ടുകൾ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു അക്കോമഡേഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി വരിക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളിവിടെ വരുമ്പോൾ ഫേസ് ചെയ്യും. ശേഷം ഈ പറയുന്ന പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും, എന്നെ അറിയാവുന്നവർ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്നവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ജർമ്മൻ പഠിച്ചിട്ട് തന്നെ വരിക എന്നുള്ളത്. കാര്യം ഇത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള 3 വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ട്രെയിനുകളുണ്ട്, പിന്നെ ട്രാമുകളുണ്ട്, പിന്നെ നമുക്ക് ബസ്സുകളുണ്ട്. ഇതല്ലാത്ത ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. സോ ഇത് 3 ഉപയോഗിക്കാനാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെയൊക്കെ റൂട്ടും ഈ പറയുന്ന പോലെ നമ്മൾ വന്ന പുതിയ പുതിയ സ്ഥലങ്ങളാണ്. പിന്നെ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങൾ ഏതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലപ്പേരുകൾ ഒക്കെ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സ്ഥലം എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കിവിടെ ട്രാവലിനാണെങ്കിൽ ജർമ്മനി മൊത്തം എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് DB എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതുപോലെ തന്നെ ഓരോ റീജിയണിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പും കൂടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ വരുന്ന സ്ഥലത്ത് ഏതാണോ അത് നിങ്ങൾ കണ്ടെത്തുക, ഏതാണെന്ന് മനസ്സിലാക്കി അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകേണ്ട സ്ഥലം എവിടെയാണല്ലോ അതിൻ്റെ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അഡ്രസ്സും ഈ നമ്പറും അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ആപ്പുകൾ DB ഒന്ന്, പിന്നെ ഉള്ള നിങ്ങളുടെ റീജിയണിൽ ഉള്ള ആപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വരിക. അത് വളരെ യൂസ്ഫുള്ളാണ് എന്നുള്ളതാണ്. പിന്നെ ഗൂഗിൾ മാപ്പും ഒബിയസ്ലി വർക്കാവും, പക്ഷേ അത് അത്ര അക്യുറേറ്റ് ആയില്ല. ഇവിടെ പലപ്പോഴും നമ്മൾ ട്രെയിനുകളുടെ ഡിലേ അല്ലെങ്കിൽ ട്രാമിൻ്റെ ഡിലേ അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ക്യാൻസലേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആവും നിങ്ങളുടെ ഈ പറയുന്ന DBയിലോ അല്ലെങ്കിൽ മറ്റൊരു ആപ്പിലോ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഒരു ആൻറ്റിബയോട്ടിക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര പെട്ടെന്ന് നടക്കില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം നമ്മൾ മെഡിസിൻസ് ഒക്കെ കയ്യിൽ കരുതുക. അത് കൊണ്ടുവരുമ്പോൾ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ കൊണ്ടുവരിക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ടും വളരെ സ്പീഡിലുമാണ് പറഞ്ഞത്. കാര്യം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻസ് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും. ഇനി ഈ പറയുന്ന പേപ്പറുകളെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ ഇവിടെ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു ജോലി എങ്ങനെ അപ്ലൈ ചെയ്യണം, ജോലിയുടെ എന്തൊക്കെ തരത്തിലുള്ള ജോലികൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ജർമ്മനിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ജർമ്മൻ പഠിച്ചിട്ട് തന്നെ ജർമ്മനിലേക്ക് വരിക.